ഇത് മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഡയറക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡയറക്ഷൻ തരും, എന്നിട്ട് ഏതാണ് ലാസ്റ്റ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ദൂരം, ഏത് ഡയറക്ഷനിലാണ് എന്നൊക്കെ ചോദ്യം വരാം. അത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമല്ലോ. A man walks 30 meter in south direction and then turn towards his right and walk 20 meter. Again he turned towards his right and walks 30 meter. How far is he from his starting point എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമ്മളൊരു ഷോർട്ട് ട്രിക്ക് പഠിക്കണം. അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇതൊരു ബേസിക് തിങ്ങാണ് നമ്മൾ ഇതുപോലുള്ള ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ അവരെപ്പോഴും ചോദിക്കാറ്, ഇപ്പോൾ സൗത്ത് ഡയറക്ഷനിലോട്ട് പോയി ദെൻ ടേൺഡ് റൈറ്റ് ലെഫ്റ്റ്. ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു. പക്ഷേ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നീങ്ങേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഈസ്റ്റ് എടുത്തു വെച്ചോ, ദ പേഴ്സൺ വോക്സ് ടുവേർഡ്സ് ഇൻ ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയും. എന്നിട്ട് ഈസ്റ്റാണ്, ഈസ്റ്റിൽ നിന്നത് റൈറ്റിലോട്ട് പോയി അല്ലെ ലെഫ്റ്റിലോട്ട് പോയി എന്ന് നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്, ഈസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മേളോട്ട് പോകണം. മേളെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ആരോ ഈസ് പോയിൻ്റ് ടുവേർഡ്സ് ദ അപ്വേർഡ് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആലോചിക്കണം, ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ മേളോട്ട്, റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ താഴോട്ട്. ഇനി ഈസ്റ്റിൽ നിന്നാണ് വെസ്റ്റിൽ നിന്നാണെങ്കിലോ നേരെ തിരിച്ച്. ഈസ്റ്റിൽ നിന്നാണെങ്കിൽ മേലോട്ട് ലെഫ്റ്റ്, താഴോട്ട് റൈറ്റ്. വെസ്റ്റിൽ നിന്നാണെങ്കിൽ മേലോട്ട് റൈറ്റ്, താഴോട്ട് ലെഫ്റ്റ്. സിമ്പിൾ. ഇതേപോലെ തന്നെ നോർത്ത് ഡയറക്ഷനിലോട്ട് ആ പേഴ്സൺ മൂവ് ചെയ്തു, ദെൻ ഹീ ടേൺസ് ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇത് റൈറ്റ്, നോർത്തിരിക്കുക, ഇങ്ങോട്ട് പോകുന്ന റൈറ്റ്, നോർത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ലെഫ്റ്റ്. സിമ്പിൾ അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റാണ് സൗത്ത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എന്ത് വരും എന്നാലോചിച്ചേ, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും വരും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കൺഫ്യൂസ് ആവും. ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണണം. ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം ചിലവർക്ക് ഇത് ഡൗട്ടാവും. ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, അത് കഴിഞ്ഞ് ടേൺ റൈറ്റ് ലെഫ്റ്റ്, അതൊക്കെ ഓർത്തിരിക്കും. നമ്മൾ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റാവും. നോക്കിക്കേ, ഈസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ ലെഫ്റ്റ്, ഇങ്ങോട്ട് പോയാൽ റൈറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ റൈറ്റ്, ഇങ്ങോട്ട് പോയാൽ ലെഫ്റ്റ്. ഇവിടെ നിന്ന് നോർത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ റൈറ്റ്, ഇങ്ങോട്ട് പോയാൽ ലെഫ്റ്റ്. സൗത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ റൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്. അപ്പം ഏത് ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ എന്നിട്ട് ടേൺ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നല്ലോണം ഇത് മനസ്സിലാക്കണം. എന്നാലേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റീസണിങ് ടൈപ്പിൽ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യനേലും ഷുവറാണ്. സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്ന എങ്ങോട്ടാണ്, ദ മാൻ വോക്സ് 30 meter ഇൻ സൗത്ത് ഡയറക്ഷൻ. സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. ഓക്കെ, സൗത്ത് ഡയറക്ഷൻ 30 meter നടന്നു. ഞാനിവിടെ ഈ സൗത്ത് കാണിക്കുന്നില്ല, അത് ഓഫ് കോഴ്സ് നോണാണ് അല്ലേ. സൗത്ത് ഡയറക്ഷൻ 30 meter. കാരണം നോക്കിക്കേ, ഇതാണ് സൗത്ത്, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, ഇനി സൗത്ത് ഡയറക്ഷൻ താഴോട്ട് വന്നു. ഇന്ന് എത്ര മീറ്ററാണ്? 30 meter. അതങ്ങ് സൈഡിൽ എഴുതിയേക്കാം. ദെൻ ഹി ടേൺ ടുവേർഡ്സ് റൈറ്റ്. റൈറ്റിലോട്ട് ടേൺ ചെയ്തു. നിങ്ങൾ പറ, ഇങ്ങോട്ടാണോ? ഓഫ് കോഴ്സ് എങ്ങോട്ടാണ്? നോർത്തിൽ ഇവിടെ ആയിരുന്നു റൈറ്റ്, അപ്പോൾ ഇതോ ഇവിടോട്ടായിരുന്നു റൈറ്റ്. എത്ര മീറ്റർ നടന്നു? 20 meter. 20 meter. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഹി അഗെയിൻ എന്ത് ചെയ്തു? ടേൺ ടുവേർഡ്സ് ഹിസ് റൈറ്റ്. അപ്പം ഇതിപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? ഇത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. വെസ്റ്റിൻ്റെ ഏതാണ് റൈറ്റ്? ഇതാണോ റൈറ്റ്? ഓഫ് കോഴ്സ് ഇതാണ് റൈറ്റ്. എത്ര മീറ്റർ നടന്നു? ഹി വോക്ക് 30 meter അഗെയിൻ. 30 meter സെയിം. ചോദിച്ചിരുന്നത് എന്തുവാ? ഹൗ ഫാർ ഈസ് ഹീ ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത് മോസ്റ്റ് കോമൺ ചോദ്യമാണെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്ഷൻ ചോദിക്കും, അവസാനത്തെ ഡയറക്ഷൻ ഏതാ? നോർത്ത്.
ഇപ്പോൾ ഇത് വരുന്നത് ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, കണ്ടില്ലേ, ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഇത് എന്ന് എടുക്കുവാണെങ്കിൽ ഇതിപ്പോൾ ബി, നോക്ക് ഇത് സി, ഇത് ഡി. അപ്പോൾ ഈ എ ടു ഡി എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ടു ഡി ഓഫ് കോഴ്സ് എത്ര, 20 ആയിരിക്കും. ഇതൊരു പെർഫെക്റ്റ് എന്താണ് സ്ക്വയർ അല്ലേ, അപ്പോൾ എന്തായിരിക്കും 20 ആയിരിക്കും. സോ ഫൈനൽ പൊസിഷൻ എത്രയാണ് 20. അപ്പോൾ ആൻസർ 20. ഇത് കുറച്ച് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമാണ്. സോ ഇതുപോലുള്ള 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ തരാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് ഒന്ന് ചെയ്യുക, അല്ലാതെ അപ്പം തന്നെ ചെയ്യുക. ഇതിൻ്റെ ആൻസർ കീ ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ബോയ് ഗോസ് ഇൻ സൗത്ത് ഡയറക്ഷൻ ദെൻ ഹി ടേൺസ് ടുവേർഡ്സ് ലെഫ്റ്റ്. ഇതൊന്ന് ചെയ്ത് നോക്കി. ഈ 2 ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ഇതെന്തായാലും ചെയ്ത് നോക്കും, എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.